നമ്മൾ ഊട്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ വശങ്ങളിൽ വളരെ വലിയ മരങ്ങൾ ഇതിൻ്റെ കാണാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളാണ്. ഫ്ലവർ അറേഞ്ച്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ലീഫാണ് പോഡോകാർപ്പസിൻ്റെ ഇലകൾ. ഇത് നമ്മുടെ കേരളത്തിലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഏറ്റവും മനോഹരമായിട്ട് നല്ല പച്ചപ്പിൽ നല്ല ഷേപ്പിൽ വളർത്താൻ പറ്റിയ ഒരു ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ് ആണ്. പിന്നെ നമുക്കിത് ക്രിസ്മസിൻ്റെ സമയങ്ങളിലാണെങ്കിൽ ക്രിസ്മസ് ട്രീ ആയിട്ട് വളർത്താൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ചെടിയാണ്. ഇതിൻ്റെ പ്രധാന ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന് വളരെയധികം ആയുസ്സുള്ള ചെടിയാണ്. ഒരു കാലത്ത് ഇത് നഷ്ടപ്പെട്ടു പോകില്ല. മെയിൻ്റനൻസും വളരെ എളുപ്പമാണ്. നമ്മുടെ ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും അധികം ചിലവുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ 10 അടിയിൽ മേലെ പൊക്കമുള്ള ചെടിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടുത്ത ബാച്ചാണ് ഈ കാണുന്നത്. കുറച്ച് ബുഷ് കുറഞ്ഞ് എന്നാൽ ഒരു 8 അടി 9 അടിയോളം പൊക്കമുള്ള നല്ല ഹെൽത്തിയായ പ്ലാന്റ്സ് ആണ്. പോഡോകാർപ്പസ് നമ്മുടെ കയ്യിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 അടി മുതൽ 10 അടിക്ക് മേലെ വരെയുള്ള ചെടികൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഗാർഡൻ്റെ ലാൻഡ്സ്കേപ്പിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ മുൻപിൽ കാണുന്നത് ബോൾ ഷേപ്പിൽ വെട്ടി നിർത്തിയ വളരെ മനോഹരമായ ചെടികളാണ്. ഇത് പോഡോകാർപ്പസ് മാക്രോഫൈലയുടെ ഒരു ബോൺസായി ആണ്. വളരെ മനോഹരമായി ഒരു വശത്തേക്ക് ചരിഞ്ഞ രീതിയിലാണിത് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയൊരു ലാൻഡ്സ്കേപ്പ് മുതൽ ചെറിയൊരു പൂന്തോട്ടം വരെ അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് പല സൈസിൽ പല ഷേപ്പിലുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ ഫാമിലും അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് നഴ്സറിയിലും ലഭ്യമാണ്.